മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയാണ്, പ്രത്യേകിച്ച് കപ്പയുടെ വിളവ് ഇരട്ടിയോ മൂന്നിരട്ടിയോ ഒക്കെ ആക്കാൻ പറ്റുന്ന രീതിയാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കപ്പ ഇപ്പോൾ ഇത് നമ്മൾ ഒരു 4 മാസം ആയി ഈ കപ്പ നട്ടിട്ട്, 4 മാസം ആയി നട്ടിട്ട് അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വളമൊക്കെ ചെയ്ത് ഇപ്പം ഇത് ഈ പരുവമായി. അപ്പോൾ ഇത് ഒരു വർഷ കപ്പയാണ്. ഒരു വർഷ കപ്പ എന്ന് വെച്ചാൽ ഒരു വർഷം 12 മാസം വേണ്ട, ഒരു 10 മാസമൊക്കെ ആകുമ്പോഴും നമുക്കിതിനെ വിളവെടുക്കത്തക്ക രീതിയിലാണ്. അപ്പോഴേ ഇപ്പോൾ കാലവർഷമൊക്കെ ആരംഭിക്കുകയാണ്. കാലവർഷമൊക്കെ ആരംഭിക്കുന്നുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഈ കപ്പയുടെ ഒന്നും വേരിന് കാറ്റിനെ അതിജീവിക്കാനുള്ള സംഗതിയില്ല. കാരണം ഇതിൻ്റെ കിഴങ്ങൊക്കെ ഇപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ വിരലിൻ്റെ കനമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് ഇതൊരു കുറ്റിയൊക്കെ അടിച്ച് ഇതിങ്ങനെ ബലപ്പെടുത്തിയിരിക്കുക. ഇത് മറിയാത്ത രീതിയിൽ ബലപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാണ് ഇങ്ങനെ കുറ്റി അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലെ കാട് ഒക്കെ നീക്കം ചെയ്ത് ചെറുതായിട്ട് മണ്ണൊക്കെ ഇളക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത്, ഞാൻ 4-5 രീതിയിൽ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്, 5-6 രീതിയിൽ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ വളരെ പുരാതന കാലം മുതൽ ചെയ്തു വരുന്ന ഒരു കൃഷി രീതിയാണ് ഇതേപോലെയുള്ള കപ്പത്തണ്ട് നമ്മൾ മുറിച്ചെടുത്ത് 2 കണ്ണ് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ കപ്പ നടുക. അപ്പം ഇവിടെ നിന്ന് വേരോട്ടം ഉണ്ടായി, ഇവിടുന്ന് ധാരാളം കപ്പക്കിഴങ്ങുണ്ടായി. നമ്മൾ അത് വിളയുന്നുണ്ടെങ്കിൽ അത് പിഴുതെടുത്ത് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ആ രീതി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഒരു ആളിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കൃഷി രീതികളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതികൾ. മറ്റൊരു കാര്യമുള്ളത്, വളരെ കുറഞ്ഞ സ്ഥലത്ത്, ഇപ്പം നമുക്ക് സ്ഥലവിസ്തൃതി വളരെ കുറഞ്ഞു വരിക. എന്നാൽ കൃഷിയുടെ താല്പര്യം വളരെയധികം വർദ്ധിച്ചും വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ച മുതൽ ധാരാളം ആളുകൾ, അത് വിദ്യാർത്ഥികളാണ്, ഉദ്യോഗസ്ഥരാണ്, അതുപോലെ തന്നെ മറ്റ് പൊതുപ്രവർത്തകർ. അപ്പോൾ ഇത്തരത്തിലുള്ളവരെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ളവർ ഈ കൃഷിയിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം അവരെനിക്ക് അയക്കുന്ന മെസ്സേജുകളും അതുപോലെ തന്നെ എന്നോട് ആവശ്യപ്പെടുന്ന ചില കൃഷിയുടെ സംശയങ്ങളും ഒപ്പം വിത്തുകൾ, അപ്പോൾ അതൊക്കെ ചീനക്കമ്പ്, നമ്മുടെ കപ്പയുടെ തണ്ട് വരെ ഞാൻ പല സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയും അതൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ എനിക്ക് ഇട്ടുതരികയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരാൾക്ക് മറ്റാരെ ആശ്രയിക്കാതെ തന്നെ കൃഷി ചെയ്യുന്ന രീതികൾ, അതൊക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ, കൃഷിയുടെ അറിവുകൾ, ഒപ്പം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ലഘുവായ ചില മാർഗ്ഗങ്ങൾ, ഇതൊക്കെ ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് നമ്മുടെ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ താല്പര്യം നമ്മൾ കാണിക്കണം. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോഴാദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിലും നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ലൈക്ക് ചെയ്യണം, അത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുപോലെ ഇപ്പോൾ വരെ എനിക്ക് താങ്ങായി, തണലായി, കരുത്തായി, ശക്തിയായി, ഊർജ്ജ സ്രോതസ്സായി നിലകൊള്ളുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക്, മാന്യമിത്രങ്ങൾക്ക്, അഭിഹിതാകാംക്ഷികൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഒക്കെ ഞാൻ കൃത്യമായ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കപ്പയ്ക്ക് ഒരു ലെയർ കൂടി കപ്പക്കിഴങ്ങ് ഉണ്ടാക്കാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഞാൻ നോക്കിയാട്ടെ, ഇതേപോലെ തുരുമ്പൊന്നുമില്ലാത്ത ഇതേപോലെ ഒരു കത്തി എടുക്കുക. നോക്കിയാട്ട് ഒരു കത്തി നമ്മുടെ കൈവശമുണ്ട്. അതിനുശേഷം ഇത് അണുവിമുക്തമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിന് എല്ലാത്തിലുമൊക്കെ അണുക്കൾ കയറിയിരിക്കും. അത് കറ്റാർവാഴയാണ്. ഈ കറ്റാർവാഴയുടെ ജെല്ലിന് അണുക്കളെ നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട്, മുറിവ് കരിക്കാനുള്ള കഴിവുണ്ട്, തീപ്പൊള്ളൽ ഭേദമാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കഴിവുള്ളതാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല്. അപ്പോൾ ഈ കൃഷി ചെറിയ രീതിയിൽ നാമമാത്ര, ചെറുകിട, വലിയ കർഷകർക്കെല്ലാം തന്നെ കുറച്ച് കൂടി കറ്റാർവാഴയും കൂടെ വച്ച് പിടിപ്പിക്കേണ്ടത് പലതരത്തിലും ആവശ്യമാണ്. കാരണം നമ്മുടെ ഇഞ്ചിയൊക്കെ ഈ കറ്റാർവാഴയുടെ ജെല്ലെന്ന് പറഞ്ഞാൽ ഇത് മിക്സിയിലിട്ട് അരിച്ചെടുക്കുന്ന ആ കൊഴുപ്പിനകത്ത് ഇഞ്ചിയൊക്കെ മുക്കി വെച്ചിരുന്നതിന് ശേഷം അത് നടുകയാണെങ്കിൽ
യാതൊരു രോഗ കീടബാധകളും ഇല്ലാതെ ആ ഇഞ്ചി ശക്തമായിട്ട് കിളിച്ചു വരും. പിന്നെ അതൊന്നും കൂടാതെ ഇത് അരച്ചെടുത്ത് അതിൻ്റെ കൊഴുപ്പ് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതെങ്ങനെയാണ് കപ്പ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് പിന്നെ 10 മാസം കൊണ്ടാണ് ഈ കപ്പ വിളവെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 3-4 മാസമായ കപ്പയാണ്. ഇനിയിപ്പോൾ 6 മാസം കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 ഭാഗത്ത് നിന്ന് നമുക്ക് വീണ്ടും കപ്പക്കിഴങ്ങ് ഉണ്ടാവുക എന്നുള്ള ഒരു മാർഗ്ഗമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നോക്കിയിട്ട് ഇതിന് ഒരു മോതിരവളയം ഇടുക എന്നുള്ളതാണ്. നോക്കിയിട്ട് മോതിരവളയം ഇടാൻ പോവുകയാണ്. നോക്കിയിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മൾ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പം ഈ ഭാഗത്താണ്, മനസ്സിലാക്കിക്കോണം, ഈ ഭാഗത്താണ്. അപ്പോൾ കണ്ടോ കറ വന്നു. അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ കൂടെ ചെറുതായിട്ട് ഒന്ന് മുറിച്ച് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തൊലി നമ്മളങ്ങ് എടുത്ത് കളയുക എന്നുള്ളതാണ്. ഇതേപോലെ ഒരു മോതിരവളയം നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ഈ കത്തി അണുവിക്തമായിരിക്കണം. പിന്നെ നമ്മൾ കൈകൊണ്ട് ഈ മുറിവേൽ തുടരുത്. ഇതിൻ്റെ കറ കണ്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ഇവിടെ ചെയ്തു. ഇനി അപ്പുറത്തെ കമ്പിൻ്റെ മറുഭാഗത്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 2 എണ്ണത്തിനും നമ്മൾ മോതിരവളയം ഇട്ടു. 2 കമ്പിന് നമ്മൾ മോതിരവളയം ഇട്ടു. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുറ്റോട് ചുറ്റും മോതിരവളയം ഇടരുത്. പകരം ഓരോ കമ്പിൻ്റെയും ഈ ഭാഗത്തും അതുപോലെ ഈ കിളിച്ചിരിക്കുന്നതിൻ്റെ മറുഭാഗത്തും 2 കിളിപ്പ് മാത്രം ഇത്തരത്തിൽ നടന്ന കമ്പിന് നമ്മൾ നിർത്തിയിരുന്നാൽ മതി. കൂടുതൽ കിളിപ്പ് നിർത്തിയിരുന്നാൽ അതിൻ്റെ പിന്നെ വിളവ് കുറയാനുള്ള മാർഗ്ഗമാകും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്ത് കൊടുക്കും നോക്കാം. പ്രിയ സുഹൃത്തുക്കളെ, വളരെ കുറച്ച് സ്ഥലമുള്ള ഒരാൾക്ക് 1, 2, 3 അല്ലെങ്കിൽ 5 കപ്പ നടത്തക്ക മാത്രം സ്ഥലമുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ അല്പം സമയം ചെലവഴിച്ച് വളരെ കരുതലോടെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം, അതായത് ഒരു 10-100 മൂട് ചീനി നട്ടാൽ കിട്ടുന്ന വിളവ് ഒരു 10 മൂടിൽ നിന്നും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൃത്യമായ ഇടവേളകളിൽ വളം ചെയ്യണം. അതായത് ഇപ്പം നമുക്കറിയാം, ഞാൻ ഈ ചീനി നട്ടിരിക്കുന്നത് അതാണ്ട് ഇതേപോലെ ഇത് വെട്ടുകല്ലാണ്. ഇവിടെ മണ്ണില്ലായിരുന്നു. അതുകൊണ്ട് ഇത് വെട്ടുകല്ല. ഈ വെട്ടുകല്ലാണ്. ഇവിടെ ഒട്ടും മണ്ണില്ല. ഞാൻ കളച്ച് കാണിക്കാം നിങ്ങൾക്ക്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചാട്ടോ. അതുകൊണ്ട് ഇവിടെ ഒട്ടും മണ്ണില്ല കേട്ടോ. ഇവിടെ ഒട്ടും മണ്ണില്ലാത്ത ഈ തറയിൽ ഞാനിവിടെ മണ്ണ് എടുത്തിട്ടതാണ്. ഇതേപോലെ മണ്ണ് എടുത്തിട്ടാണ് ഈ കപ്പ നട്ടത്. നോക്കിയാട്ടെ, നല്ല രീതിയിൽ വളർച്ചയുണ്ട് ഈ കപ്പയ്ക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാം. എന്ന് മാത്രമല്ല, ഒരു 100 മൂട് കപ്പ നമുക്ക് കിട്ടുന്ന കപ്പയിട്ട് അതിൽ നിന്നും വിളവെടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ 10 മൂട് കപ്പ ഇട്ടാൽ നമുക്ക് 100 മൂടിൻ്റെ വിളവ് കിട്ടും. അപ്പോൾ ഇത്
നമ്മൾ ആദ്യം അതായത് വളരെ പുരാതന കാലം മുതൽ തന്നെ ഇടുന്ന അല്ലെങ്കിൽ നടുന്ന കപ്പയുടെ രീതിയാണ്. വീണ്ടും പല രീതിയിൽ നമ്മൾ കപ്പ ഇട്ടിട്ടുണ്ട്. പിന്നെ മോതിരവളയം കപ്പത്തണ്ടയിൽ ഇട്ട് തന്നെ നമ്മൾ കപ്പ ഇട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് വീണ്ടും ഉൽപ്പാദനം കൂട്ടാൻ ഇതേപോലെ മോതിരവളം ഇടുന്നത്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളം ശരിക്കും ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു വർഷ ചീനിയിൽ 4 മാസം പ്രായമാകുമ്പോഴാണ് നമ്മൾ മോതിരവളയം ഇട്ട് കൊടുക്കുന്നത്. ചാക്കിലും കൃഷി ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ മോതിരവളം ഇടാൻ സാധിക്കും. അതിൻ്റെ രീതിയും അതുപോലെ മറ്റുള്ള കപ്പയ്ക്ക് എങ്ങനെയാണ് മോതിരവളം ഇട്ട് ഇളവ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള രീതികളും ഒക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. കാരണം ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, എന്നോടൊപ്പം ഇതേപോലെ കൃഷി ചെയ്തിട്ടുള്ളവർ ഈ മാർഗം കൂടി ഒന്ന് സ്വീകരിച്ചാൽ ഒരു 6 മാസം കൂടെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10-30 കിലോ ചീനി നമുക്കിതിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഒപ്പം ഈ വളം ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പശുവിനും ആടിനും ഒക്കെ കഞ്ഞി വെച്ച് കൊടുക്കുന്ന പിണ്ണാക്കാണ് കപ്പലണ്ടി പിണ്ണാക്ക്. ആ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് കപ്പലണ്ടി പിണ്ണാക്ക് ഒരു വെള്ളത്തിനകത്തിട്ട് വെച്ചിരുന്ന് ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കോരിയെടുത്ത് ഒരു 5 മുതൽ 10 ഇരട്ടി വരെ വെള്ളം കൂടെ ചേർത്ത് വീണ്ടും യോജിപ്പിച്ച് അതൊരു 10 ദിവസം കൂടുമ്പോൾ 7 മുതൽ 10 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് നമ്മളതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. എങ്കിലേ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന തൂക്കത്തിലുള്ള കിഴങ്ങ് നമുക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ കപ്പ കൃഷിയെപ്പറ്റി വളരെ മോശമായ ചില രീതി പ്രചാരണമുണ്ട്. കപ്പ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും, നമുക്ക് രോഗങ്ങൾ പിടിക്കും. അതൊക്കെ വെറുതെയാണ്. കാരണം ഞാൻ സ്ഥിരമായിട്ട് കപ്പ കഴിക്കുന്ന ഒരാളാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പയൊക്കെയാണ് കഴിക്കുന്നത് കൂടുതലും. കാരണം രാസവളങ്ങൾ നമ്മൾ ചേർക്കാറില്ല. അപ്പോൾ രാസവളങ്ങൾ ചേർത്തായാലും ഈ കപ്പ നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും വരത്തില്ല. കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയായിരുന്നു ഈ കപ്പ എന്ന് പറയുന്നത്. കപ്പയും മീൻകറിയും കപ്പയും ഇറച്ചിക്കറിയും ഒക്കെ കഴിക്കുന്നുണ്ടതിൻ്റെ സ്വാദ് നമ്മൾ മറന്നിട്ടില്ല. ഒപ്പം നമ്മുടെ വീട്ടിലെ പച്ചയ്ക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വാട്ടക്കപ്പയായിട്ടും അതുപോലെ പച്ചയ്ക്ക് അരിഞ്ഞിട്ട് വെയിലത്ത് നല്ല ഭംഗിയായിട്ട് ഉണങ്ങി സൂക്ഷിക്കുന്ന രീതി 6 മാസം വരെയൊക്കെ 7-8 മാസം വരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേവിച്ച് കഴിക്കും. നമ്മുടെ ഉദരസംബന്ധമായ ഒരു രോഗവും കപ്പ കഴിക്കുന്നതിലൂടെ ഉണ്ടാകത്തില്ല. പകരം ജോലി ചെയ്യാനുള്ള ഊർജ്ജം നമുക്ക് കപ്പ കഴിക്കുന്നതിലൂടെ വരും. പകരം കപ്പ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോറിൻ്റെ ഒന്നും വലുതായിട്ട് ആവശ്യമില്ല. പഴയ കാലങ്ങളിൽ അരിക്കൊക്കെ ക്ഷാമം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് കപ്പ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ചോറും ബാക്കി കപ്പയായിരുന്നു. അപ്പോൾ കപ്പ കഴിക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ കപ്പയും ചോറൂടെ കഴിക്കേണ്ട കാര്യമില്ല. കാരണം കപ്പയും മീൻ കറിയും അല്ലെങ്കിൽ കപ്പയുടെ കൂടെ കറിയും മാത്രം നമ്മൾ കഴിച്ചാൽ മതി. അതാണ് നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യാനുള്ള ആരോഗ്യം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ഉപ്പേരിയായിട്ടും പുഴുക്കായിട്ടും ഒക്കെ നമുക്ക് കപ്പ എടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലൊക്കെ എത്ര സ്ഥലം കുറവുണ്ടെങ്കിലും ഒരു മൂട് കപ്പയെങ്കിലും നിങ്ങൾ നട്ടു വളർത്തി പരിപാലിച്ച് അതിൻ്റെ ആദായം എടുത്ത് അനുഭവിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലായാലും പട്ടണങ്ങളിലായാലും ചാക്കിൽ കൃഷി ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. പിന്നെ ചാക്കിലായാലും മണ്ണിലായാലും ഈ വലിയ കപ്പകളൊക്കെ വലിയ ഉയരമുള്ള കപ്പകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുറ്റിയൊക്കെ അടിച്ച് നമ്മൾ ഇങ്ങനെ താങ്ങ് കൊടുക്കണം. പട്ടണപ്രദേശങ്ങളിൽ ഇതുപോലൊന്നും കുറ്റികളൊന്നും കിട്ടാൻ വഴിയില്ലെങ്കിൽ കാറ്റാടിക്കരകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ആക്കി വെച്ചെന്നാലും മതി. 2-3 ചീനിയൊക്കെ കപ്പയൊക്കെ ആർക്ക് വെള്ളം വിടാൻ സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് നമ്മുടെ കാർഷിക ആദായം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അപ്പം ഇത്തരം കൃഷികൾ എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരോടും എളിമയായി പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ കാണാനും ഇതിനുവേണ്ട പ്രോത്സാഹനവും ഒക്കെ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.